തിരുവാതുക്കൽ ദമ്പതികളെ കൊന്ന കേസിലെ പ്രതി അസംകാരൻ അമിത്തിന്റെ അറസ്റ്റിലേക്ക് നയിച്ചത് മൊബൈൽ ഫോൺ ഓണാക്കിയതിൽ. കൂടാതെ അമിതുമായുള്ള തെളിവെടുപ്പിന് പിന്നാലെ പോലീസിന് ഹാർഡ് ഡിസ്കും ലഭിച്ചിരിക്കുന്നു. നിമിഷ നേരത്തേക്കാണ് കൊല്ലപ്പെട്ട വിജയകുമാറിന്റെ ഫോൺ ഓണായതെങ്കിലും പോലീസിന് കൃത്യമായ ടവർ ലൊക്കേഷൻ ലഭിച്ചു. തൃശൂർ മാളയിലെ മേലടൂരിൽ നിന്നാണ് പ്രതി പിടിയിലായത്. കോട്ടയം ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഇന്നലെ രാത്രി ട്രെയിൻ മാർഗമാണ് പ്രതി കോട്ടയത്ത് നിന്നും എറണാകുളം വരെ എത്തിയതെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. എറണാകുളത്ത് നിന്നും ഇയാൾ പെരുമ്പാവൂരിലെത്തി. തുടർന്ന് തൃശൂരിലേക്ക് ബസ് മാർഗം രക്ഷപ്പെടുകയായിരുന്നു. ഇയാളിടയ്ക്ക് വിജയകുമാറിന്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചതും ജിമെയിൽ ഉപയോഗിച്ചതുമാണ് കേസിൽ നിർണായകമായി മാറിയതെന്ന് പോലീസ് പറയുന്നു. ലഭിക്കുന്ന പുതിയ വിവരം അനുസരിച്ച് പ്രതിയുമായിട്ടുള്ള പോലീസിന്റെ തെളിവെടുപ്പിൽ കാണാതായ ഹാർഡ് ഡിസ്ക് പോലീസിന് ലഭിച്ചു എന്നതാണ്. പ്രതി തന്നെയാണ് വിജയകുമാറിന്റെ വീടിനടുത്തുള്ള സ്ഥലം വെളിപ്പെടുത്തിയത്. പ്രതിയുടെ യാത്രാ വിവരങ്ങൾ അടക്കം പോലീസ് സംഘം കൃത്യമായി പിന്തുടരുന്നുണ്ടായിരുന്നു. രാത്രി മുഴുവൻ പിന്തുടർന്നാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. കൊല്ലപ്പെട്ടവരുടെ വീട്ടിലെ മുൻ ജോലിക്കാരനായിരുന്നു അസംകാരൻ അമിത്. വിരലടയാളത്തിൽ നിന്നാണ് പ്രതി അമിത് ഉറാങ് തന്നെയാണെന്ന് പോലീസ് ഉറപ്പിച്ചത്. 6 മാസം മുൻപുള്ള ഫോൺ മോഷണ കേസിലെ വിരലടയാളവും ഇന്നലത്തേതും ഒന്നു തന്നെയായിരുന്നു. അമിത്തിന്റെ കയ്യിൽ നിന്നും നഷ്ടമായ പ്ലാറ്റ്ഫോം ടിക്കറ്റ് വിജയകുമാറിന്റെ വീട്ടിൽ നിന്നും കിട്ടി. കൊലപാതകം ലക്ഷ്യമിട്ട് കോട്ടയത്തെത്തിയ പ്രതി ലോഡ്ജിലാണ് താമസിച്ചത്. പ്രതിയുടെ CCTV ദൃശ്യങ്ങളും ലോഡ്ജിൽ നിന്നും ലഭിച്ചു. കോട്ടയത്തെ ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിന്റെ ഉടമയാണ് കൊല്ലപ്പെട്ട വിജയകുമാർ. വിജയകുമാറിനെയും ഭാര്യ മീരയെയും കോടാലി ഉപയോഗിച്ച് വെട്ടിക്കൊന്ന നിലയിലാണ് കണ്ടെത്തിയത്. കൊലപാതകം നടന്ന തിരുവാതുക്കലിലെ 6 അടി ഉയരമുള്ള മതിലോട് കൂടിയ വലിയ വീടിന് CCTV ക്യാമറകളും കാവൽ നായയും ഉണ്ടായിരുന്നു. സംഭവ സ്ഥലത്ത് കാവൽ നായ കുരച്ചില്ല. മാത്രമല്ല വീട്ടിലെ CCTV ദൃശ്യങ്ങൾ അടങ്ങിയ DVRും കാണാനില്ലായിരുന്നു. ഇതോടെ മോഷണ ശ്രമമല്ല കൊലയ്ക്ക് കാരണമെന്ന് പോലീസിന് വ്യക്തമായിരുന്നു.